Hello everyone, welcome back to the channel. Hope you're all keeping safe. If you're new here, my name is Sharon and this is Arun. We're a doctor couple settled in the UK. So today's video is about the NHS working hours and how much a junior doctor earns in the UK. We'll also briefly go through the NHS payslip and give you all an idea about how much we earned while working as a non-trainee and how much we earn now while working as a trainee. So in the last video, we talked about the total expenses of the PLAT journey to become a doctor in UK. അപ്പോൾ കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ഇത്രയും പൈസ മുടക്കി യു കെയിലേക്ക് വരണമെന്ന്. So we thought we'll do a short video about the salary of junior doctors in UK so that you could make an informed decision. പിന്നെ നിങ്ങളൊരു പുതിയ സ്ഥലത്തോട്ട് വരുവാണ് ആൻഡ് യു കെ ഇസ് വെരി എക്സ്പെൻസീവ് സോ ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ദറ്റ് യു പ്ലാൻ യുവർ ഫിനാൻസസ് സോ ദറ്റ് യു ക്യാൻ ബിൽഡ് എ സെക്യൂർ ഫ്യൂച്ചർ ഹിയർ. സോ സാലറിയുടെ കാര്യം പറയുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട്. ഇവിടെ ഡോക്ടേഴ്സിൻ്റെ വർക്കിംഗ് അവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 hours per week ആണ് നോർമലി. It can go up to 48 hours per week. Again, it depends upon the specialty. Some specialties will have just the normal working hours, which is either 9 to 5 or 8 to 4. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ജി പി ട്രെയിനിങ്ങിന് ജി പിയിലും ഉണ്ട് പോസ്റ്റിങ്, ഹോസ്പിറ്റലിലും പോസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ ജി പിയിലാണെങ്കിൽ നോർമൽ വർക്കിംഗ് അവേഴ്സ് ആണ്, either it could be 9 to 5 or 8 to 4. പക്ഷേ ഇപ്പോൾ ജി പി ട്രെയിനിങ്ങിൽ തന്നെ ഹോസ്പിറ്റൽ പോസ്റ്റിങ്ങിലാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നോർമൽ മെഡിസിൻ ട്രെയിനി അല്ലെങ്കിൽ സർജിക്കൽ ട്രെയിനി അല്ലെങ്കിൽ സൈക്യാട്രി ട്രെയിനി ആണെങ്കിൽ യു വിൽ ഹാവ് നോർമൽ വർക്കിംഗ് അവേഴ്സ് ഉണ്ട്. അപ്പോൾ അത് 8 to 4 അല്ലെങ്കിൽ 9 to 5 ആയിരിക്കും. അല്ലെങ്കിൽ യു വിൽ ഹാവ് ലോങ് വർക്കിംഗ് ഡേയ്സ് ഉണ്ടായിരിക്കും. സോ 9 AM to 9:30 PM. അല്ലെങ്കിൽ യു വിൽ ഹാവ് വീക്കെൻഡ്, അഗെയിൻ ഇറ്റ് വിൽ ബി ലോങ് വർക്കിംഗ് ഡേയ്സ്. പിന്നെ നൈറ്റ്സും കാണും. നമ്മുടെ എംപ്ലോയേഴ്സ് റോട്ട ഇടുമ്പോൾ അവരൊന്നെങ്കിലും ഒരു 4 months പോസ്റ്റിങ്ങിൻ്റെ റോട്ടയായിരിക്കും ഇടുന്നത്, അല്ലെങ്കിൽ ഒരു 6 months പോസ്റ്റിങ്ങിൻ്റെ റോട്ടയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 17 weeks പോസ്റ്റിങ്ങിൻ്റെ റോട്ടയായിരിക്കും ഇടുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ വാട്ട് ദേ ലുക്ക് ഇൻ ടു ഇസ് ദറ്റ് യുവർ ആവറേജ് വർക്കിംഗ് hours ഷുഡ് നോട്ട് എക്സീഡ് ഫോർ മോർ ദാൻ 48 hours a week. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഇപ്പോൾ ചില വീക്സിൽ ഇപ്പോൾ നമ്മൾ നോർമൽ വർക്കിംഗ് ഡേയ്സ് മാത്രമേ ഉള്ളൂ, ഇപ്പോൾ 8 to 4 അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 40 hours മാത്രം ചെയ്താൽ മതിയായിരിക്കും. ചില വീക്കിൽ ചിലപ്പോൾ 3 ലോങ് ഡേയ്സ് ആയിരിക്കും, ചില വീക്കിൽ 4 nights ആയിരിക്കും. അപ്പോൾ മൊത്തത്തിൽ അവരൊരു ആവറേജ് രീതിയിൽ എടുത്തിട്ട് ഒരു 48 hours ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്നുള്ള രീതിയിലായിരിക്കും അവരത് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ റെഗുലറായിട്ട് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ലേറ്റായിട്ട് ഇറങ്ങുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒത്തിരി വർക്ക് ലോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സെപ്ഷൻ റിപ്പോർട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ ദേ വിൽ അസസ് വാട്ട് ഈസ് ദ റീസൺ. ഇപ്പോൾ നമ്മൾ നമ്മുടെ ടാസ്കുകൾ തീർക്കാൻ ഒത്തിരി സമയം എടുക്കുന്നതാണോ, അതെയോ നമ്മൾ അത് അണ്ടർ സ്റ്റാഫ്ഡ് ആണോ, അതെയോ ലൈക്ക് സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണോ. അപ്പോൾ അങ്ങനത്തെ ഉള്ള രീതിയിൽ അവരത് നോക്കിയിട്ട് ഒന്നെങ്കിൽ അവർ നിങ്ങൾക്ക് കുറച്ചും കൂടി ഓഫ് ടൈം തരും, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ നിങ്ങൾക്ക് പേ ചെയ്യും. പിന്നെ there is something called the European Working Time Directive, which is to protect the doctors from working more than you're contracted to. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പോയിന്റ്സ് ഉണ്ട്. വിൽ ഹാവ് എ ലുക്ക് അറ്റ് വാട്ട് ഇറ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ദ വർക്കിംഗ് വീക്ക് കനോട്ട് ആവറേജ് മോർ ദാൻ 48 hours. പിന്നെ അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും അറ്റ്ലീസ്റ്റ് 1 day ഓഫ് എങ്കിലും കാണണം. പിന്നെ നമ്മൾ ഒരു ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഷിഫ്റ്റിൻ്റെ മാക്സിമം ലെങ്ത് ഇസ് 13 hours. ഇപ്പോൾ 24 hours പീരിയഡിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് 11 hours റെസ്റ്റ് എങ്കിലും വേണം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഒരു 6 hours കൂടുതലുള്ള ഷിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു 20 minutes ബ്രേക്ക് എങ്കിലും വേണം. പിന്നെ നമ്മൾ നൈറ്റ് ഷിഫ്റ്റ്സ് ചെയ്യുന്ന വീക്കാണെങ്കിൽ നമുക്ക് മാക്സിമം 4 night shifts ആണ് പെർ വീക്ക് അലൗഡ് ഉള്ളൂ. അതുപോലെ തന്നെ ദേ ഷുഡ് ഗിവ് us അറ്റ്ലീസ്റ്റ് 46 hours റെസ്റ്റ് ആഫ്റ്റർ 3 or 4 sets of nights. പിന്നെ അവർ പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ആനുവൽ ലീവിനെ പറ്റിയാണ്. ആനുവൽ ലീവ് എന്ന് പറയുമ്പോൾ വി ഷുഡ് അറ്റ്ലീസ്റ്റ് ഹാവ് 4 weeks ഓഫ് പെയ്ഡ് annual leave per year, and this is on top of your weekend off, 0 days and bank holidays. 0 days എന്ന് പറഞ്ഞാൽ നമ്മുടെ നൈറ്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ലോങ് ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന 2 or 3 days ഓഫിന് പറയുന്നതാണ് 0 days എന്ന്. അതുപോലെ തന്നെ നമ്മുടെ ഈ ആനുവൽ ലീവ് എൻടൈറ്റിൽമെൻറ്റ് വിൽ ഇൻക്രീസ് വിത്ത് യുവർ NHS സർവീസ് ഇയേഴ്സ്. അപ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ആ 4 weeks എന്നുള്ളത് കുറച്ചും കൂടി നമ്പേഴ്സ് കൂടി വരും. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ഷിഫ്റ്റ്സ് അല്ലെങ്കിൽ ലോക്കം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ യു ക്യാൻ ഓപ്റ്റ് ഔട്ട് ഓഫ് ദി EWTD ആൻഡ് യു ക്യാൻ ഡു എ മാക്സിമം ഓഫ് 56 hours ഇൻസ്റ്റെഡ് ഓഫ് ദ 48 hours. പക്ഷേ നിങ്ങൾ ഈ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ആ പോയിൻറ്റ്സ് എല്ലാം ഫോളോ ചെയ്തിട്ട് വേണം അങ്ങനെ ഷിഫ്റ്റ്സ് ബുക്ക് ചെയ്യാൻ. നമ്മൾ നാട്ടിൽ ഇങ്ങനെ 24 hours 48 hours ഒക്കെ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ അത് പറ്റത്തില്ല.
അപ്പോൾ ഈ റൂൾസ് ഒന്നും അറിയാണ്ട് ഒത്തിരി എക്സ്ട്രാ ഷിഫ്റ്റ്സ് ബുക്ക് ചെയ്യും. ഇപ്പോൾ നമ്മുടെ 13 hours ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വീണ്ടും എക്സ്ട്രാ ഷിഫ്റ്റ്സ് ബുക്ക് ചെയ്ത് 24 hours ഒക്കെ വർക്ക് ചെയ്ത് ചില ഇമിഗ്രൻ്റ് ഡോക്ടേഴ്സിൻ്റെ GMC രജിസ്ട്രേഷൻ വരെ റിവോക്ക് ചെയ്ത കേസസ് ഉണ്ട്. സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ വെൻ യു ബുക്ക് എക്സ്ട്രാ ഷിഫ്റ്റ്സ് ആൻഡ് വെൻ യു ഡു എക്സ്ട്രാ വർക്ക്. So now we'll go through the salary of doctors in training. ഇതിൽ കാണുന്നത് NHSലെ ട്രെയിനിങ്ങിലുള്ള ഡോക്ടേഴ്സിൻ്റെ ബേസിക് പേ ആണ്. ദാറ്റ് ഈസ് ഫ്രം FI1 ടു സ്പെഷ്യാലിറ്റി രജിസ്റ്റർ, അതായത് ST8 വരെയുള്ളവരുടെ ആനുവൽ ബേസിക് പേ അതാണ്. So as you can see, it starts from £28,880 for an FI1 doctor, അതായത് ഒരു നാട്ടിലെ ഹൗസ് സർജൻ ഇക്വലന്റ്, and it goes on increasing as you progress in training. ഈ കണ്ടത് നമ്മുടെ ബേസിക് പേ ആണ്. ബേസിക് പേ എന്ന് പറഞ്ഞാൽ നമ്മൾ 40 hours per week നമ്മൾ നോർമൽ വർക്കിംഗ് hours മാത്രം ചെയ്യുവാണെങ്കിൽ, എന്ന് വെച്ചാൽ 9 to 5 PM മാത്രം ചെയ്യുവാണെങ്കിൽ, ഡേറ്റ് ഷിഫ്റ്റ്സ് മാത്രം ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആനുവൽ ബേസിക് പേ ആണിത്. പക്ഷെ നമ്മൾ ഒരു സ്പെഷ്യാലിറ്റി ട്രെയിനിങ്ങിന് കയറി കഴിയുമ്പോൾ നമുക്ക് നോർമൽ വർക്കിംഗ് ഡേയ്സ് മാത്രം ചെയ്താൽ പോരാ. ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റ്സ്, ചില വീക്സിൽ നൈറ്റ് ഷിഫ്റ്റ്സ് ചെയ്യേണ്ടി വരും, ചില വീക്കിൽ ലോങ് ഡേയ്സ് ചെയ്യേണ്ടി വരും, ചില വീക്കെൻഡ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനൊക്കെ ഓരോ അലവൻസസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ടോട്ടൽ സാലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ബേസിക് പേയും അതുപോലെ തന്നെ നമ്മുടെ നൈറ്റ് അലവൻസും വീക്കെൻഡ് അലവൻസും ഓൺ കോൾ അലവൻസും ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് നമ്മുടെ ടോട്ടൽ സാലറി വരുന്നത്. അപ്പോൾ കുറേ പേര് ഞങ്ങളുടെ അടുത്ത് നിങ്ങൾ ഈ ട്രെയിനിങ് ജോബ് ചെയ്യുമ്പോഴും നോൺ ട്രെയിനിങ് ജോബ് ചെയ്യുമ്പോഴും സാലറിക്ക് ഡിഫറൻസ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ആക്ച്വലി വലിയ ഡിഫറൻസ് ഒന്നുമില്ല. Your salary depends on like your experience, the level at which you're working, the number of nights, weekends, on calls you're doing. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിസിലായിരിക്കും നമ്മുടെ സാലറി. അല്ലാതെ നോൺ ട്രെയിനിങ് ആണെങ്കിലും ട്രെയിനിങ്ങിലാണെങ്കിലും അങ്ങനെ ഡിഫറൻസസ് ഒന്നും വലിയ അറിയിട്ടില്ല. സോ നമുക്കിനി ഇവിടുത്തെ NHS പേ സ്ലിപ്പിനെ പറ്റി നോക്കാം. നോർമലി വി ഗെറ്റ് പെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത്. അതിപ്പോൾ 27 to 29 ആ ഒരു ഡേറ്റുകളിലായിരിക്കും. അഗെയിൻ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ എംപ്ലോയർ. അപ്പോൾ അതിനൊരു 3 to 5 days മുന്നേ നമുക്കൊരു NHS പേ സ്ലിപ്പ് കിട്ടും. സോ ഇപ്പം മിക്ക എംപ്ലോയേഴ്സും ഇലക്ട്രോണിക് പേ സ്ലിപ്പാണ് തരുന്നത്. ആദ്യം ഞങ്ങൾ ഈ ജൂനിയർ ഡോക്ടേഴ്സിൻ്റെ പേ സ്ലിപ്പിൻ്റെ ഒരു ഗൈഡ് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു പേ സ്ലിപ്പ് കാണിച്ചിട്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത് BMAയുടെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തൊരു ജൂനിയർ ഡോക്ടേഴ്സിൻ്റെ പേ സ്ലിപ്പ് ഗൈഡാണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ പേ ആൻഡ് അലവൻസ് സെഷനകത്ത് നമ്മുടെ ടോട്ടൽ പേയുടെ ഒരു ബ്രേക്ക് ഡൗൺ കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ കമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ ബേസിക് പേ ആണ്. ബേസിക് പേ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് യു ആർ ഗെറ്റിംഗ് ഫോർ വർക്കിംഗ് 40 hours per week ഓൾ നോർമൽ വർക്കിംഗ് ഡേയ്സ്. എന്ന് വെച്ചാൽ 9 to 5 അങ്ങനത്തെ ഡേ ഷിഫ്റ്റ്സ് മാത്രം, വിത്തൗട്ട് എനി നൈറ്റ്സ്, വീക്കെൻഡ്സ്, ഔട്ട് ഓഫ് hours ഓർ ആൻറ്റി സോഷ്യൽ hours. ഇവിടുത്തെ ആൻറ്റി സോഷ്യൽ hours എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് 7 AM to 10 PM മൺഡേ ടു സാറ്റർഡേ. പിന്നെ ഉള്ളതാണ് അഡീഷണൽ റോസ്റ്റഡ് അവേഴ്സ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ യൂറോപ്യൻ വർക്കിംഗ് ടൈം ഡയറക്റ്റീവ് അനുസരിച്ച് വി ക്യാൻ വർക്ക് അപ് ടു 48 hours എ വീക്ക്. അപ്പം ആ അഡീഷണൽ അവേഴ്സ് എത്ര വർക്ക് ചെയ്തോ അതിനുള്ള പേ യു ക്യാൻ സീ ഓൺ ദ പേ സ്ലിപ്പ്. Then there is the night duty allowance and it is at an enhanced rate of 37% of your hourly basic pay. But depending upon the number of night shifts you have done and the number of hours of nights you have done, നമുക്ക് ആ ബേസിക് പേയും കിട്ടും. പിന്നെ അതുകൂടാണ്ട് നമുക്ക് 37% എക്സ്ട്രാ പേയും കിട്ടും. സോ ദ നെക്സ്റ്റ് വൺ ഈസ് വീക്കെൻഡ് അലവൻസ്. അപ്പോൾ നമ്മൾ എത്ര വീക്കെൻഡ് വർക്ക് ചെയ്യുന്നുണ്ടോ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ 1 in 8 വീക്കെൻഡ് ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ യു വിൽ ഗെറ്റ് ലെസ് പെയ്ഡ് ദാൻ യു വർക്കിംഗ് ഇൻ എ 1 in 4 or 1 in 2 വീക്കെൻഡ്. അപ്പോൾ നമ്മൾ എത്ര കൂടുതൽ വീക്കെൻഡ് വർക്ക് ചെയ്യുന്നുണ്ടോ അത്രയും കൂടുതൽ പേ കിട്ടും. Then there's something called the on-call availability allowance. നമ്മൾ രജിസ്ട്രാർ ലെവലൊക്കെ ആകുമ്പോൾ you will get extra pay for being available to give advice over phone or come to the hospital if necessary to see a patient if your juniors are not able to manage. അപ്പോൾ അതിനാണ് on-call availability allowance എന്ന് പറയുന്നത്. പിന്നെ ചില സ്പെഷ്യാലിറ്റീസിന് there is something called flexible pay premium. അപ്പോൾ GP, psychiatry, emergency medicine, അപ്പോൾ ഇവിടെ അത് കുറച്ച് ഫില്ല് ചെയ്യാൻ കുറച്ച് പാടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ്. അപ്പോൾ അങ്ങനത്തെയുള്ള ട്രെയിനിങ്ങിന് കയറുന്നവർക്ക് ഒരു ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട് വേറെ കിട്ടും. അതിനാണ് ഫ്ലെക്സിബിൾ പേ പ്രീമിയം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളിപ്പോൾ ലണ്ടനിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ യു വിൽ ഗെറ്റ് സംതിങ് കോൾഡ് ലണ്ടൻ സോൺ അലവൻസ് which comes around £2,100.
So if you want to work more hours, ഇപ്പോൾ നമുക്ക് ലോക്കോ ഒക്കെ ചെയ്യണമെങ്കിൽ you can opt out of the European working time regulations. പക്ഷെ എന്നാലും we can only work for a maximum of 56 hours per week following all their guidelines as we said before. അപ്പോൾ ഞങ്ങൾ ഇനി ഞങ്ങളുടെ 2 പേ സ്ലിപ്പ് കാണിച്ചിട്ട് ഒരെണ്ണം GP പോസ്റ്റിങ്ങിലെയും ഒരെണ്ണം ഹോസ്പിറ്റൽ പോസ്റ്റിങ്ങിലെയും കാണിച്ചിട്ട് അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. കാണുന്നതാണ് ഒരു NHS പേ സ്ലിപ്പ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റോയിൽ നിങ്ങൾക്ക് കാണാം അസൈൻമെൻറ്റ് നമ്പർ എന്ന് പറയുന്ന നമ്പറുണ്ട്. അതൊരു യുണീക്ക് എംപ്ലോയി നമ്പറാണ്. പിന്നെ നമ്മുടെ നെയിമുണ്ട്, നമ്മൾ ഏത് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണും, ഏത് ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ ജോബ് ടൈറ്റിൽ, പേ സ്കെയിൽ ഡിസ്ക്രിപ്ഷൻ, അങ്ങനെ എല്ലാം ഈ പേ സ്ലിപ്പിൽ കാണും. പിന്നെ നെക്സ്റ്റ് റോയിൽ നമ്മൾ കാണുന്നതാണ് നമ്മുടെ ബേസിക് പേ. ഇപ്പോൾ ഇതിനകത്ത് കാണുന്ന ബേസിക് പേ എന്ന് പറഞ്ഞാൽ 38,694 ആണ്. ഇതാണ് ഇപ്പോഴത്തെ ഒരു GP സെക്കൻഡ് ഇയർ ട്രെയിനിയുടെ ബേസിക്. So നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം അണ്ടർ ദി പേ ആൻഡ് അലവൻസ് സെഷൻ. സോ ദിസ് എ ബേസിക് പേ. അപ്പോൾ ഐ ഹവ് വർക്ക്ഡ് 173.81 hours ദിസ് മന്ത് ആൻഡ് ദാറ്റ്സ് അറ്റ് എ റേറ്റ് ഓഫ് 18.55 pounds. അപ്പോൾ മൊത്തം ഐ ഹവ് ഗോട്ട് എ ടോട്ടൽ ബേസിക് പേ ഓഫ് 3,224.5 pounds ദിസ് മന്ത്. പിന്നെ ഞാൻ GP സ്പെഷ്യാലിറ്റി ആയത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഫ്ലെക്സ് പേ ഉണ്ട് ആൻഡ് ദാറ്റ് ഈസ് 732.42 pounds. അപ്പോൾ നമുക്കൊരു മാസം കിട്ടുന്ന നെറ്റ് പേ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ടോട്ടൽ സാലറി മൈനസ് ദ ഡിഡക്ഷൻസ്, അപ്പോൾ ടാക്സ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മൊത്തം കിട്ടുന്നതാണ് നമ്മുടെ നെറ്റ് പേ. ഇനി ഹോസ്പിറ്റൽ പോസ്റ്റിംഗ് ചെയ്തപ്പോൾ ഉള്ളൊരു പേ സ്ലിപ്പ് കാണിക്കും. അപ്പോൾ ആസ് യു ക്യാൻ സീ ഇതിനകത്ത് ബേസിക് പേ കൂടാണ്ട് ദർ ഇസ് ഓൾസോ അഡീഷണൽ റോസ്റ്റഡ് hours, നൈറ്റ് ഡ്യൂട്ടി അലവൻസ് ആൻഡ് വീക്കെൻഡ് അലവൻസ്. അപ്പോൾ ഇതെല്ലാം കൂടി കൂടിയിട്ട് ഒരു എമൗണ്ട് വരും. പിന്നെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോട്ടൽ ഡിഡക്ഷൻസ് കാണും. ദാറ്റ്സ് പേ നമ്മുടെ പേ ആസ് യു ഏൺ ടാക്സ്, നാഷണൽ ഇൻഷുറൻസ് ടാക്സ്, നമ്മുടെ NHS പെൻഷൻ ഉണ്ടെങ്കിൽ ആ പെൻഷൻ്റെ ഡിഡക്ഷൻസ്, അതെല്ലാം കൂടി കുറച്ചിട്ടാണ് നമ്മുടെ നെറ്റ് പേ, പിന്നെ നമുക്ക് നമ്മുടെ കൈ കിട്ടുന്ന പൈസ. സോ ഈ പറഞ്ഞ പേയ്ക്ക് പുറമെ നമുക്ക് അഡീഷണൽ ഇൻകം വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഷിഫ്റ്റ്സ് ചെയ്യാം. എക്സ്ട്രാ ഷിഫ്റ്റിന് ഇവിടെ ലോക്കം ഷിഫ്റ്റ്സ് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ ലോക്കം ഷിഫ്റ്റ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ യൂറോപ്യൻ വർക്കിംഗ് ടൈം ഡയറക്റ്റീവ് അനുസരിച്ച് അല്ലെങ്കിൽ ആ പറഞ്ഞ പോയിൻറ്റ്സ് അനുസരിച്ച് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അപ്പം ആ ലോക്കം ഷിഫ്റ്റ്സിൻ്റെ പേ ഡിപ്പെൻഡ്സ് അപ്പോൺ and the specialty you're working and the level at which you are working. So you could earn from 35 pounds per hour to 100 pounds per hour pre-tax, and this amount gets added to your monthly income. അപ്പോൾ UK-യിലോട്ട് വരാൻ താല്പര്യമുള്ള കുറച്ച് ഡോക്ടേഴ്സ് ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തത്. We know discussing salary, money among doctors is considered a taboo in our country. But നിങ്ങൾ ഇത്രയും പൈസ മുടക്കി ഇവിടെ വരുമ്പോൾ you should have an idea about what you will earn, how to plan your finances. നിങ്ങൾക്ക് എന്തെങ്കിലും ലോണൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെ അടച്ചു തീർക്കും, അങ്ങനത്തെ you should have an idea about what is going to happen once you come here. So അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങൾ വീഡിയോ ചെയ്തത്. Don't hate us for doing this. So we hope you found this video useful. If you have any questions, feel free to drop us a message on Instagram or drop a comment down below. Until we see you again, take care, keep safe. Bye-bye.